എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഏത് ഫീസ് പോയി, അതേപോലെ തന്നെ ട്രേഡ് ചെയ്ത് ഒരുപാട് അമ്മയെ രക്ഷപ്പെടുത്തണം, അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു എന്നൊക്കെ. ഒറ്റയടിക്ക് പണക്കാരനാവും അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് വലിയ കാറുകളും വീടുകളും വെക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ചിന്തിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇത് എത്രത്തോളം ശരിക്കും ഒരു ബിസിനസ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. പല ആളുകളുടെ ജീവിതങ്ങൾ അതിനൊരു വഴിത്തിരിവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രേഡിങ്ങിന് ഇത്രയധികം നെഗറ്റിവിറ്റിയും നമ്മുടെ നാട്ടിൽ. കൂടുതൽ നിങ്ങളുടെ സർവീസ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അവിടെ യൂസ് ചെയ്തത്? അതിൽ ഒരു വലിയ ഭൂരിഭാഗം ആളുകളും അത് ഈ പറയുന്ന പോലെ സമ്മതിക്കണം എന്നില്ല. സ്വന്തം ഫൈനാൻസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ അറിയാഞ്ഞിട്ടെന്ന് ഞാൻ പറയും. ആളുകളുടെ പൈസ സേഫ് ആക്കിക്കൊണ്ട് ഏതൊക്കെ രീതിയിൽ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, അവർക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഈ വക കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ. ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എന്നാൽ ഓർമ്മ വെച്ച കാലം മുതൽ മരണം വരെയും ഇതിന് പിന്നാലെയുള്ള ഒരു ഓട്ടത്തിലാണ് നമ്മൾ പലരും. എന്നാൽ പോലും പലർക്കും ഇതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം എന്നറിയില്ല. ഇതിനെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണ്ട് ആൾക്കാരിലേക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി കൊണ്ടുവരാനും ഒരു മണി മൈൻഡ് സെറ്റ് കൊണ്ടുവരാനും വിഷൻ ഇട്ട് ഇറങ്ങിയ 2 ഓൺട്രപ്രണേഴ്സ് ആണ് ഇന്ന് നമ്മളുടെ കൂടെ ഫിൻസീരീസിൽ ജോയിൻ ചെയ്യുന്നത്. ഹായ്, ഞാൻ റിൻഷാദ് ഫിർദൌസ്, പെർക്യാപ്പിന്റെ കോ ഫൗണ്ടറാണ്. ബിസിനസ് ആണ് എന്റെ പാഷൻ എന്ന് പറയുന്നത്. പെർക്യാപ്പിനെ ഇന്ത്യയിലെ നമ്പർ 1 പേഴ്സണൽ ഫൈനാൻസ് അക്കാഡമി ആക്കി മാറ്റാനുള്ള ഒരു ജേർണിയിലാണ് ഞാനുള്ളത്. സോ ഇന്ന് ഫിൻസീരീസിൽ പെർക്യാപ്പിന്റെ ബിസിനസ് സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടും ബിസിനസ് മോഡൽസിനെ പറ്റിയിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. ഹായ്, ഞാൻ നിഖിൽ കാരോത്ത്, പെർക്യാപ്പിന്റെ കോ ഫൗണ്ടറാണ്. ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ്, ഒരു മാത്സ് ടീച്ചർ. ടീച്ചിങ് ആണ് എൻ്റെ പാഷൻ. അതേപോലെ തന്നെ ഞാനൊരു ഇൻവെസ്റ്ററാണ്. ഒരു ടീച്ചർ പ്ലസ് ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ സമൂഹം എന്നെ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഞാനൊരു മിഷനിലാണ്. അപ്പൊ ഇവിടെ പെർക്യാപ്പിന്റെ സർവീസിലൂടെ എങ്ങനെയാണ് ആളുകളെ ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആക്കുക എന്നാണ് ഞാൻ ഫിൻസീരീസിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ട്രേഡിങ്ങും ഡ്രോപ്പ് ഷിപ്പിങ്ങും അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയമുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ വേറിട്ട് ഒരു പേഴ്സണൽ ഫൈനാൻസ് അക്കാഡമി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ വരാനുള്ള ഒരു മെയിൻ റീസൺ ഉണ്ടായിരുന്നു? പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്ന സെഗ്മെന്റ് സെലക്ട് ചെയ്യാൻ പെർക്യാപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് റീസൺസ് ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോൾ പറയുകയാണെങ്കിൽ പല ആളുകളുടെ ജീവിതങ്ങൾ അതിനൊരു വഴിത്തിരിവായിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേര് ഈ ഒരു മേഖലയിലാണ് എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു റീസണാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അറൗണ്ട് 96% ഫൈനാൻസ് ലിറ്ററസി റേറ്റ് ആണ് വരുന്നത്. ഈ 96% ലിറ്ററസി റേറ്റ് വരുന്ന ഒരു സ്റ്റേറ്റിൽ ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് 25% മാത്രമാണ്. ഈ 25 to 96 എന്ന് പറയുന്ന വലിയൊരു ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഒരു റീസണാണ് ഇതിലേക്ക് വരാനായിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടാണ് ഇപ്പോൾ ശിവ പറഞ്ഞാണെങ്കിൽ പോലും ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്തത് നമ്മൾ പേഴ്സണൽ ഫൈനാൻസ് ആണ്. അതിൽ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ ഇതൊരു പേഴ്സണൽ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിലകൊള്ളുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിലേറെ ഉപരി ഒരു മനുഷ്യന് ആവശ്യമുള്ളത് അയാളുടെ സ്വന്തം പേഴ്സണൽ ഫൈനാൻസും മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഈ ഒരു മേഖലയിൽ തന്നെ. കാരണം ഇപ്പോൾ ട്രേഡിങ് പഠിച്ചത് കൊണ്ട് അത് എല്ലാവർക്കും പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിർബന്ധമായിട്ട് പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇത്രയും സാക്ഷരതയുള്ള കേരളത്തിൽ ഇത് വലിയൊരു ഒരു സാക്ഷരത ഇല്ലായ്മയാണ് ഈ പേഴ്സണൽ ഫൈനാൻസ് മേഖലയിലുള്ളത്. അപ്പൊ അതിനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ മുകളിലാണ് ഇതൊരു പേഴ്സണൽ ഫൈനാൻസ് അക്കാദമി ആയിട്ട് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പം ഒരുപാട് ബിസിനസ്സുകൾ മുന്നോട്ട് വരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ആയിട്ടാണ്. നേരത്തെ റിൻഷാദ് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ മാതിരി ഇത് കുറെ ആൾക്കാരുടെ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷനാണ്. അത് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പേഴ്സണൽ ഫൈനാൻസ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തതിന് കുറച്ച് വർഷങ്ങൾ മുമ്പ് നോക്കുകയാണെങ്കിൽ ഞാൻ ആക്റ്റീവ് ട്രേഡിംഗ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അവിടുന്ന് എനിക്കൊരു ഈ പറഞ്ഞതുപോലെ ഒരുപാട് നേരിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ആളെ മെൻഷൻ ചെയ്യുന്നൊന്നുമില്ല. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹം ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞതുപോലെ എന്താ പറയുക, വാഗ്ദാനങ്ങളുടെ മുകളിൽ വീണ് ഇതുപോലെ ട്രേഡിങ് പഠിക്കാൻ
എൻ്റെ അടുത്ത് തന്നെയാണ് എത്തിയത്. ഞാനായിരുന്നു ടീച്ചർ. ആൻഡ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് 2-3 വർഷം ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കി സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട ഒരു സ്കില്ലാണെന്നുള്ളത് പലപ്പോഴും മറച്ചു വെക്കപ്പെട്ടിട്ടാണ് ഇതൊക്കെ പുറത്തേക്ക് സോഷ്യൽ മീഡിയ ത്രൂ എത്തുന്നത്. അപ്പോൾ അവിടെ വരുന്നൊരു പ്രശ്നം, ഞാൻ ഈ പറഞ്ഞ വ്യക്തിയും ഇതേപോലെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് ഫീസും കൊടുത്ത് എൻ്റെ അടുത്തേക്ക് എത്തി. ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് എത്തി. ഞാൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ പെട്രോൾ പമ്പിൽ ജോലിയാണെന്ന് പറഞ്ഞു. ആക്റ്റീവ്ലി മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹത്തിന് ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഒരു കാര്യം ചെയ്യാനോ ഈവൻ മൊബൈൽ ഫോൺ നോക്കാൻ പോലും പറ്റുന്നൊരവസ്ഥയല്ല. എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഫീസ് പോയി, അതേപോലെ തന്നെ ട്രേഡ് ചെയ്ത് ഒരുപാട് അമ്മയെ രക്ഷപ്പെടുത്തണം, അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ആഗ്രഹമായിട്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുക. അപ്പം ഞാൻ അവിടുന്ന് തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ ട്രേഡിങ് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അത് വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് ഉത്തരവാദിത്തങ്ങൾ ഒരു പരിധിവരെ ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഉത്തരവാദിത്തത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരാൾക്ക് ഒരിക്കലും ആക്റ്റീവ് ട്രേഡിങ് പോസിബിൾ അല്ല എന്നുള്ള തിരിച്ചറിവാണ് എന്നെ ഇങ്ങനെ മാറി ചിന്തിക്കാനുള്ള ഒരു പ്രചോദനമായത് സത്യം പറഞ്ഞു. ഇപ്പൊ ഇത് ആക്ച്വലി പറഞ്ഞപ്പം എനിക്ക് എന്റെ പേഴ്സണൽ കേസ് ഓർമ്മ വന്നേ. ഇപ്പം പഠിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം ഓക്കെ ആയിരുന്നു, ലൈക്ക് ഒരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷെ ട്രേഡിങ്ങിലോട്ട് വന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്യാനോ ഇതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാനോ പറ്റിയിട്ടില്ല. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1.5 years എടുത്തു. ഇതിൽ ഏത് സെഗ്മെന്റ് ആണ് എനിക്ക് ആക്ച്വലി വർക്കിംഗ് എന്ന് മനസ്സിലാവാൻ തന്നെ ഞാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരുന്നത് ഒരു 2 മാസം 3 മാസത്തിൽ പ്രോഫിറ്റബിൾ ആവാം എന്നുള്ള രീതിയിലാണ്. ഇപ്പം നിഖിൽ പറഞ്ഞ മാതിരി ഇപ്പൊ അതിനകത്ത് 2 പോയിന്റാണ് എനിക്ക്. ഒന്ന്, ഇപ്പം ബിസിനസ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ്. ഇപ്പം അതിൽ ബിസിനസ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് നമ്മൾ എപ്പോഴും ഓൺലൈനിൽ കാണുന്ന മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആണ്. ഇപ്പം കൂടുതൽ ആൾക്കാർ അതിലേക്കാണ് വരുന്നത്. പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടാണ് കൂടുതലും ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇത് എത്രത്തോളം ശരിക്കും ഒരു ബിസിനസ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്? ഇത് പല രീതിയിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. ഇത് ലൈക്ക് പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ പോസിറ്റീവ് സൈഡുകളുണ്ട്, നെഗറ്റീവ് സൈഡുകളുണ്ട്. ഈ ട്രേഡിംഗ് പോലുള്ള സെഗ്മെന്റ്സിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അഡ്മിഷൻസ് എന്ന രീതിയിൽ അഡ്വർടൈസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പലരും പറഞ്ഞു കൊടുക്കാത്ത, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡിഫിക്കൽട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം റിസ്ക് ഉള്ള ഒരു കാര്യമാണെന്ന് തുറന്ന് പറയാതെ അതിന്റെ അപ്പുറത്തെ സൈഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺസ് ഇങ്ങനെയാണ്, അത് വെച്ചിട്ട് നമുക്ക് ഇന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാന്നുള്ളൊരു മാനിപ്പുലേഷൻ ആണ് അവിടെ ആക്ച്വലി ചെയ്യുന്നത്. ശരിക്കും അങ്ങനെയല്ല ചെയ്യുന്നത്. കാരണം ഇതിന്റെ 2 വശങ്ങളും, ഒന്ന് ബിസിനസ് സൈഡിൽ നോക്കുമ്പോൾ അത് വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. കസ്റ്റമർ സൈഡ് നോക്കുമ്പോഴത്തേക്കും അത് വലിയൊരു ചതിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ സർവീസിനെയോ ആണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഹൈലൈറ്റ് ചെയ്യണം. ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതിന് മറിച്ച് നേരെ അവരൊരു ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരു പക്ഷേ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സർവീസിനെ പറ്റിയിട്ടോ കൂടുതൽ പറയാനില്ലാത്തതുകൊണ്ടായിരിക്കും. ഇതിന്റെ ഒരു വലിയൊരു നെഗറ്റീവ് സൈഡ് അപ്പുറത്ത് കിടക്കുന്ന ഒരുപാട് ആളുകൾ മാനിപ്പുലേറ്റഡ് ആയിട്ട് അവര് ഹാർഡ് ഏൺ ചെയ്തിട്ടുള്ള മണി ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഇടുകയും പിന്നീട് അത് വലിയ നഷ്ടത്തിലേക്ക് പോവുകയും ആ ഒരു ഇൻഡസ്ട്രീനെ തന്നെ വലിയ രീതിയിൽ മോശമായിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു കാരണമായിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എന്നും ഉണ്ടാക്കാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല ഒരു റൈറ്റ് ആയിട്ടുള്ള ബിസിനസ് രീതി എന്ന് പറയുന്നത്. അത് ശരിക്കും അവരുടെ കസ്റ്റമേഴ്സിനോടും അതേപോലെ തന്നെ ക്ലയൻസിനോടും കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയായിട്ടും ഞാൻ പേഴ്സണലി ഇതിനെ നോക്കിക്കാണുന്നത് അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഏതൊരു ബിസിനസ്സും ഒരാളുടെ ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനാണ്. ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത് പല ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സാധാരണ ആളുകൾ, അതായത് ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന സാധാരണ ആളുകളെ പല മോഹന വാഗ്ദാനങ്ങളും കൊടുത്ത് കൂടുതൽ പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ ഉണ്ടാക്കി വെക്കുകയാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ട്രേഡിങ്ങിന് ഇത്രയധികം നെഗറ്റിവിറ്റിയും നമ്മുടെ നാട്ടിൽ. പക്ഷെ അതിന്റെ പൊട്ടൻഷ്യൽ ഭയങ്കര വലുതാണ്. പക്ഷെ അതിന് എനിക്കൊന്ന് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഇൻഫർമേഷൻ പുറത്തോട്ട് പോകുന്നില്ല. ഇപ്പം ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു കേസ് പറയുകയാണെങ്കിൽ മന്ത്ലി ഒരു 2 to 3% കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ 2%, 3% എന്നുള്ളൊരു ചോദ്യമാണ്. അതേസമയം ഒരു 50%, 100% എന്ന് പറയുമ്പോൾ ആൾക്കാർ ചാടി വീഴും. എത്ര പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ പഠിക്കാൻ തയ്യാറാവും. അപ്പൊ ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും നോക്കി കാണുന്നത്? അതില് ഇപ്പൊ ഈ 2 to 3% എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയത് ഓൾമോസ്റ്റ് 15-16% ആണ് പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്.
ആ സ്ഥലത്ത് മന്ത്ലി 2 or 3% എന്ന് പറയുമ്പോൾ അത് ഇയർലി വരുന്ന സമയത്ത് ഒരു ബിസിനസ് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണ്. പക്ഷെ ഇത് ഒരു മനുഷ്യനെ ഇത് പറഞ്ഞു കൊടുക്കുക, ഒരു 2 or 3% അറൌണ്ട് 5% പെർ മന്ത് നമുക്ക് ജനറേറ്റ് ചെയ്യാം സ്വിംഗ് ട്രേഡിങ് അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ട്രേഡിംഗ് സെഗ്മെന്റ്സിൽ എന്ന് പറഞ്ഞാൽ ഇവരിത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓവർ ദ നൈറ്റ് അല്ലെങ്കിൽ 1 or 2 weeks ഓർ സംതിങ് അങ്ങനെ ഉള്ള ചെറിയൊരു ഷോർട്ട് ഡ്യൂറേഷൻ ടൈമിൽ നിങ്ങളുടെ പൈസ 100%ഓ 200%ഓ ആക്കി തരാം എന്നുള്ള വാഗ്ദാനങ്ങളാണ് പലരും ഒരു ഇൻപുട്ടായിട്ട് പലരുടെയും ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെറിയ നമ്പേഴ്സ് ഒന്നും ഒരിക്കലും ഒരാളും തിരിച്ചറിയില്ല. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ വലിയ ഫിഗേഴ്സിന്റെ പുറകെ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ പ്രോബ്ലം സ്വന്തം ലൈഫിൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരാൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും എനിക്ക് മനസ്സിലായിട്ടുള്ള കാരണം ഇവിടെയും ശരിക്കും പറഞ്ഞാൽ പൈസേനെ പറ്റിയിട്ടുള്ള ധാരണ ആളുകളുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് വീഴുന്നത്. കുറെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിൽ ചെന്ന് പെടുന്നത്. ഒരാൾക്ക് ഒരു പൈസ എങ്ങനെയാണ് ഇതിനെ റൈറ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൽ നിന്നും റിട്ടേൺസ് കിട്ടുക എന്നുള്ള ഒരു ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് അറിയാം ഈ പറയുന്ന ഓവർനൈറ്റ് ഒരിക്കലും നമുക്ക് ഈ പറയുന്ന വലിയ റിട്ടേൺസ് കിട്ടില്ല എന്നും പൈസേനെ ഒറ്റയടിക്ക് വളർത്താന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നുള്ളതും ഒരാൾക്ക് പൈസനെ പറ്റി അറിയാവുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ധാരണ ഉണ്ടാവും. ഇതില്ലാതെ പല ഒറ്റയടിക്ക് പണക്കാരനാവണം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് വലിയ കാറുകളും വീടുകളും വെക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ചിന്തിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സുകളിലും അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ ആളുകൾ വിശ്വസിക്കുകയും അതിൽ ഒരുപാട് പേര് വന്ന് വീഴുകയും ചെയ്യുന്നു. ഇതൊരിക്കലും ഒരു ബിസിനസ് ആംഗിളിൽ മാത്രം നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ബിസിനസിനെ മാത്രം നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. ആളുകളും ഇതിനെപ്പറ്റി അന്വേഷിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചാണെങ്കിൽ ഒരു വലിയൊരു ശതമാനം മിഡിൽ ക്ലാസ് ആണ്. അപ്പൊ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ, ഈവൻ നമ്മളടക്കമുള്ളവര്, നമ്മൾ ചിന്തിക്കുക നമ്മുടെ ലൈഫ് എന്നും മെച്ചപ്പെടണം, എന്നും ഇന്ന് ജീവിച്ചതിനേക്കാളും വൺ സ്റ്റെപ്പ് ബെറ്റർ ആയിട്ട് നാളെ ജീവിക്കണം എന്നുള്ളത്. അതിനെയാണ് ശരിക്കും ഈ ആളുകൾ ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ആ ഒരു ആഗ്രഹത്തിന് അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിലൂടെ ഈ ആളുകൾ ചൂഷണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇമോഷൻസിൽ പിടിക്കാന്ന് പറയാം. തീർച്ചയായും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ട്രേഡിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് ശരിക്കും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഇത് വ്യത്യസ്തമാവുന്നത്? നിങ്ങൾ ആക്ച്വലി ട്രേഡിംഗ് പഠിപ്പിക്കുന്നത് ട്രേഡിംഗിൽ ഒരു പ്രൊഫഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതായത് ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് ഏറ്റവും റിസ്ക് കുറഞ്ഞിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് പോലുള്ള സെഗ്മെന്റ്സുകൾ മാത്രമാണ് ട്രേഡിങ്ങിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ആക്ച്വലി പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡർ സബ്ജക്റ്റ് ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒന്നാണ് ഒരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ ഒരു അധിക വരുമാനം. ഒരാൾ അതായത് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേണം ഒരാൾക്ക് ഫൈനാൻഷ്യലി ഫ്രീ ആവണം അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിൽ ഒരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതല്ലാതെ അയാൾ ജനറേറ്റ് ചെയ്യുന്ന മണി പ്രോപ്പറായിട്ട് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നാളേക്ക് വേണ്ടി അയാൾ ഒരു വെൽത്ത് ക്രിയേറ്റ് അല്ലെങ്കിൽ നാളേക്ക് വേണ്ടി പൈസ മാറ്റിവെക്കുക ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു ബ്രോഡർ സബ്ജക്റ്റ് ആണ്. അതിലൊരു പാർട്ട് മാത്രമാണ് ആക്ച്വലി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് ഏറ്റവും റിസ്ക് കുറഞ്ഞിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് പോലുള്ള സെഗ്മെന്റ്സുകൾ മാത്രമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാത്ത സെഗ്മെന്റ്സ് ഒന്നും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ പേഴ്സണൽ ഫൈനാൻസ് എന്നുള്ള ഒരു വേർഡ് കുറെ എടുത്ത് യൂസ് ചെയ്തു. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഇൻകം ഉണ്ടാക്കാം. പക്ഷെ ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം എന്നറിഞ്ഞില്ലെങ്കിൽ ഈ ഉണ്ടാക്കിയെടുക്കുന്ന പൈസ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഈ പേഴ്സണൽ ഫൈനാൻസിനെ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഓഡിയൻസിന് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമില്ല അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് ഈ ഒരു തലമുറ, ഇപ്പൊ നമ്മുടെയൊക്കെ തലമുറ ഇൻക്ലൂഡിങ്. കാരണം ഇപ്പോൾ പഴയതുപോലെയല്ല, നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് ഈവൻ ഫോൺ ത്രൂ ആണെങ്കിലും സബ്സ്ക്രിപ്ഷൻസ് ത്രൂ ആണെങ്കിലും ഇഷ്ടം പോലെ പൈസ സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ എത്ര പൈസ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടും ഇതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ ഏകദേശം 2000 കാലഘട്ടങ്ങളിൽ കംപ്ലീറ്റ് ഈ ഉണ്ടാക്കിയ ലൈക്ക് അത്രയും അസറ്റും എല്ലാം വിറ്റ് തൊലച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒറ്റ വേർഡേ ഉള്ളൂ അതിന്, പ്രോപ്പറായിട്ട് സ്വന്തം അസറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും വരാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ അവസാന കാലങ്ങളിൽ, ജീവിതത്തിന്റെ അവസാന കാലങ്ങളിൽ മക്കളുടെ ആശ്രയിച്ച് അവരുടെ നിന്ന് കിട്ടുന്ന പൈസ നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കുറെ വൃദ്ധരുണ്ട്. അവരും അവരുടെ നല്ല പ്രായത്തിൽ ഈ കുടുംബത്തിനു വേണ്ടി നല്ല രീതിയിൽ ജോലി ചെയ്ത് പണിയെടുത്ത്
പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവസാന കാലഘട്ടത്തിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. ഒറ്റ വേർഡ് അതിനും, സ്വന്തം ഫൈനാൻസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ അറിയാഞ്ഞിട്ടെന്ന് ഞാൻ പറയും. നമുക്ക് 1 രൂപ വരുമാനം വരികയാണെങ്കിൽ ആ 1 രൂപേനെ എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. അപ്പം ബഡ്ജറ്റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ വരുമാനം ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഒരുപാട് രീതിയിൽ വരുമാനം നമുക്ക് കൊണ്ടുവരാൻ പറ്റും ജീവിതത്തിലേക്ക്. പക്ഷെ ആ കിട്ടുന്നതിനെ ബഡ്ജറ്റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൊരു പങ്ക് ഇൻവെസ്റ്റിങ്ങിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുപോകേണ്ടതുണ്ട്. അതിൽ നമുക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ഒരു പൈസ മാത്രമേ സത്യം പറഞ്ഞാൽ ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. മോർ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇൻവെസ്റ്റിങ്ങിന് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അപ്പോൾ ആ ഒരു ഇതിൻ്റെ മുകളിലാണ് പെർക്യാപ്പ് സ്റ്റാൻഡ് ചെയ്യുന്നതും ആ ഒരു ലക്ഷ്യത്തിന്റെ മുകളിലാണ് പെർക്യാപ്പ് മുന്നോട്ട് പോകുന്നതും ആളുകളിലേക്ക് അത് തന്നെയാണ് എത്തിക്കുന്നത്. ഒരു ഫേമസ് കൂട്ടുണ്ട്, നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മരണം വരെ നിങ്ങൾ പണിയെടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കിട്ടുന്ന ഇൻകത്തെ റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാന്ന് പറയുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് കിട്ടുന്ന പൈസനെ വളർത്താൻ നമുക്ക് സാധിക്കണം എന്ന് പറയാം. വളർത്താന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പ്ലേസുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിടാന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ഇന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു പോയിന്റ് വരും, ഒരു 40ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 50ാമത്തെ വയസ്സിലോ ആണ് നമ്മൾ റിട്ടയർമെന്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയമാകുമ്പോഴേക്കും അത് വലിയൊരു കോർപ്പസ് എമൗണ്ട് ആയിട്ട് മാറുകയും പിന്നെ നമുക്കൊരാളെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരില്ല പിന്നീട് നമ്മൾ ശിഷ്ടകാലം ജീവിക്കണം എന്നുണ്ടെങ്കിൽ. ശരിക്കും ഇതാണ് ശരിക്കും കേരളത്തിൽ ഇല്ലാതെ പോകുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത്. മറ്റു പല ഇതിനകത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഇതിന്റെ അവയർനെസ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അതിന് അതായത് ഞാൻ നേരിട്ടിട്ടുള്ള ഒരു വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പ്രായം വരെ നമ്മൾ ജോലി ചെയ്തതിന് ശേഷം നമുക്ക് അസറ്റ് ബിൽഡായി നമ്മൾ ശിഷ്ടകാലം നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മനുഷ്യനെ ആക്സെപ്റ്റ് ചെയ്യില്ല. അത് ഈ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഇൻഫ്ലുവൻസ് കാരണമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ കിട്ടിയാലല്ലേ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ, കുറേ വർഷത്തിന് ശേഷം എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് ചോദ്യം, പൊതുവിലുള്ളൊരു ചോദ്യം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഏത് പ്രായത്തിലാണെങ്കിലും പൈസക്ക് ആവശ്യം ഉണ്ടാവും. അതിപ്പോൾ ഇവ നമ്മുടെ പാരൻസിന്റെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്ത് അവർ വേണ്ടാന്ന് പറയും, ഒരിക്കലും ഇല്ല. അവർക്ക് അതിന്റെ ആവശ്യങ്ങളുണ്ട്, അത് ഏത് പ്രായത്തിലാണെങ്കിലും ആവശ്യമുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ എൻ്റെ കയ്യിൽ പൈസ വരണം, അതും എന്താ പറയുക 100% സേഫ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വല്ല പൈസക്കാരുടെ മക്കളുമായിട്ട് ജനിക്കേണ്ടിയിരുന്നു. അതില്ലാത്ത സ്ഥിതിക്ക് നമ്മളത് ലോങ് ടേമിലേക്ക് മാത്രമേ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് യാഥാർത്ഥ്യം, അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഈ ലോങ് ടേമിലേക്ക് ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ പല ആളുകളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ജീവിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് എന്നുള്ള ചോദ്യം എല്ലാവരും ഉള്ളിൽ ഉണ്ടാവും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് 100 രൂപ, എനിക്ക് 15,000-11,000 രൂപയൊക്കെ സാലറി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ 1,500 SIP ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു 50,000 എന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ എമൗണ്ട് മാറിയിട്ടുണ്ട്. 100 രൂപയ്ക്ക് ഞാൻ ETF മേടിച്ചിട്ടുണ്ട്. ഇത് എത്ര വരുമാനം കിട്ടുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ എത്ര ചെലവുണ്ടെന്നുള്ളതോ, ഈവൻ ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപയാണെങ്കിൽ പോലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്യാത്തൊരു പക്ഷേ ഈ പറയുന്ന പോലെ അതിന്റെ ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ അതിനു വേണ്ടിയുള്ള പല സ്റ്റെപ്സുകളും എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. അതിലേക്കുള്ള ഒരു അവയർനെസ് ആണ് ആക്ച്വലി ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകളെ ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ട്രേഡിങ്ങിന് ഭയങ്കര ഒരു നെഗറ്റീവ് പെർസ്പെക്റ്റീവ് ഉണ്ട്. അത് കാരണം ഈ ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ സെക്ടർ തന്നെ ഒരു പരിധി വരെ ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസം നേരിടുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ആക്ച്വലി ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ശരിക്കും അത് വലിയൊരു പ്രശ്നം തന്നെ. കാരണം ഞങ്ങൾ ഇനീഷ്യലി ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ നേരിട്ട വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. ആളുകൾ വിശ്വസിക്കുന്നില്ല എന്തൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ ആളുകൾ വലിയ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്ത് വരുന്നു, നമ്മൾ ചെറിയ റിട്ടേൺസിനെ പറ്റി പറയുന്നു, അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ ആദ്യം ഇനീഷ്യലി ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരാൻ ഭയങ്കരമായിട്ട് ഒരു തടസ്സം അവർക്കിടയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പിന്നീട് ഞങ്ങൾ ചെയ്തെന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ വഴി അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് അതിനൊരു മാറ്റം വരുന്നത് ഞങ്ങൾ കണ്ടത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു കോഴ്സിന്റെ ഒരു രീതിയാണെങ്കിൽ പോലും ഞങ്ങൾ ഇനീഷ്യലി ഒരു 1 വീക്ക് മെമ്പർഷിപ്പ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഈ ഒരു 1 വീക്കിൽ ഞങ്ങൾ ഇതിന്റെ ഒരു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ബാക്കിയുള്ളതിന്റെ ഒരു പൊട്ടൻഷ്യൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് ഒരാൾ എന്ത് ചെയ്യുന്നത് ഞങ്ങളുടെ കോഴ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ കോഴ്സ് എടുക്കുന്നത്. ക്രിറ്റിസിസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പേഴ്സണൽ ഫൈനാൻസ് അക്കാദമിയാണ്. പക്ഷേ ആളുകൾ ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് ഇതൊരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഞാനൊരു ട്രേഡറാണ്
എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് പലരും കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ട്രേഡർ എന്നുള്ളൊരു ലേബലിൽ അറിയപ്പെടണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ ബേസിക്കലി ഒരു ഇൻവെസ്റ്റർ ആണ് എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ അത് തന്നെയാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഒരാൾക്ക് ഇത് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഇതൊരു പേഴ്സണൽ ഫൈനാൻസ് അക്കാദമിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പെടുന്ന പാട് ഇത് ഭയങ്കര. സത്യം പറഞ്ഞത് അവയർനെസ് ഇല്ലാഞ്ഞിട്ടാ. അതല്ലെങ്കിൽ ഈ പറയുന്ന ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഇൻഫ്ലുവൻസ് അത്രയധികം പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണക്കാരുടെ ഇടയിലേക്ക്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ ഈ ഒരു സ്പേസ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി. സത്യം പറഞ്ഞെങ്കിൽ സ്പേസ് നമുക്ക് ഇവിടെ ഇല്ല കേരളത്തിൽ. അവിടെ ഞങ്ങളുടെ സ്പേസ് ഉണ്ടാക്കി ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടേതായിട്ടുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളും ഒക്കെ ചെയ്ത് ആളുകളെ അവയർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കി ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് ആക്ച്വലി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു നോട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ട്രേഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയി എന്നുള്ളൊരു സംഭവം. അത് ഭയങ്കര തെറ്റായ ധാരണ. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമാണ്. നമ്മളിപ്പോ ജോലി എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന പോലെ ഒരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ അത് മിസ്ലീഡ് ചെയ്യപ്പെട്ട കാര്യമായിരിക്കാം. കാരണം ട്രേഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഫൈനാൻഷ്യൽ നോളജും കിട്ടി എന്നുള്ള രീതിയിൽ ആരൊക്കെയോ മിസ്ലീഡ് ചെയ്തായിരിക്കാം. അപ്പൊ അതിൽ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമാണ്. ട്രേഡിംഗ് പഠിച്ചതുകൊണ്ട് ഒരിക്കലും ഒരാൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവുന്നില്ല. അവർക്ക് അവരുടെ പൈസേനെ റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ അയാൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആകൂ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം പറഞ്ഞല്ലോ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ആണ്. പക്ഷെ പലരും വിചാരിക്കുന്നത് മാർക്കറ്റിൽ കുറച്ച് ടൈം മാത്രം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് മന്ത്ലി നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിനെ എങ്ങനെയൊന്ന് അതിന്റെ ഒരു റിയാലിറ്റി എങ്ങനെയായിരിക്കും ഓഡിയൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഈ പറഞ്ഞ കാര്യത്തിനെ ഒരിക്കലും ഞങ്ങള് പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നില്ല. കാരണം അങ്ങനെ ആക്റ്റീവ്ലി ട്രേഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും നല്ല പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ദ ക്വസ്റ്റ്യൻ ഈസ് ഇത് എല്ലാവർക്കും പോസിബിൾ ആണ്. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആക്ച്വലി സ്പീക്കിംഗ് ഇത് എല്ലാവർക്കും പോസിബിൾ അല്ല. കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്ത സമയം തൊട്ട് ഞാൻ ആക്ച്വലി ആളുകളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, ആളുകളെ അറിയുകയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും കൂടുതൽ ഈ ട്രേഡിംഗ് പഠിക്കണം എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ ഒന്നെങ്കിൽ വർക്കിംഗ് ക്ലാസ് ആയിരിക്കും, അതല്ലെങ്കിൽ ഫൈനാൻഷ്യലി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളായിരിക്കും. ഇവരുടെ അടുത്ത് ആക്ച്വലി പൈസ ഒരുപാടില്ല, എടുത്ത് കളയാനോ അല്ലെങ്കിൽ ആവശ്യത്തിലധികം എടുത്ത് എറിയാനോ പൈസ ഒരുപാടില്ല. പക്ഷെ ഉള്ള പൈസ വെച്ചിട്ട് വലിയ സാധനം ഉണ്ടാക്കണം എന്നുള്ള ചിന്തേന്റെ മുകളിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ ഈ ട്രേഡിങ്ങിലൂടെ വലിയൊരു സോഴ്സസ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഒരു ജീവിത മാർഗമാക്കണം എന്ന് പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ആളുകളുണ്ട്. ആ ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർ നല്ലൊരു സമയം മുന്നിൽ എടുത്തുകൊണ്ട് അത് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നൂടെ പഠിച്ച് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് പിന്നെ സ്വയം ട്രേഡ് ചെയ്ത് മനസ്സിലാക്കി അതിൽ നിന്ന് തെറ്റുകളും ശരികളും അത് മനസ്സിലാക്കി അത് എഴുതി വെച്ച് അത് ലൈക്ക് ആ ഒരു ശരികളെ മാത്രം ആവർത്തിച്ച് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ആ ഒരു പോയിന്റിലേക്ക് എത്തിയ ആളുകളാണ്. അതിന് എത്ര സമയം എടുത്തിട്ടുണ്ട് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെ പോയാലും ഒരു 2-3 വർഷം ഏറ്റവും മിനിമം ഒരു നല്ല ആക്റ്റീവ് ട്രേഡർക്ക് ആവശ്യമായിട്ട് വരും. പക്ഷേ ഈ പറയുന്ന ഈ വലിയ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഈ പറയുന്നത് പോലെ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആളുകൾ, എന്താ പറയുക, ജീവിതത്തിൽ നല്ല പ്രാരാബ്ദമുള്ള ആളുകൾ, ഈ ആളുകൾ ഈ സമയം ഇത്ര ഡ്യൂറേഷൻ ഇതിന് എടുക്കണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് തിരിച്ചറിയാതെയാണ് അതിലേക്ക് വന്ന് ചാടി കൊടുക്കുന്നത്. പക്ഷെ എന്ന് കരുതി ട്രേഡിംഗ് ഒരു മോശമായിട്ടുള്ള കാര്യമാണെന്ന് ഒരിക്കലും ആരും പറയുന്നില്ല. അതിന് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാം, അത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫോർമുല 1 ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? അതിന് അതിൻ്റെതായ എക്സ്പീരിയൻസും അതിൻ്റെതായിട്ടുള്ള നോളജും വേണ്ടേ? ദാറ്റ്സ് ദ ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗും പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആക്കി മാറ്റിയത്. തീർച്ചയായിട്ടും. അതായത് ഞാൻ പറഞ്ഞ ഡ്രൈവിംഗ് എന്നുള്ള എക്സാമ്പിൾ, നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഡ്രൈവിംഗ്, അതുപോലെ തന്നെ അതായത് നമുക്ക് കിട്ടുന്ന മെയിൻ സോഴ്സ് ഓഫ് ഇൻകത്തിന്റെ കൂടെ ചെറിയൊരു സോഴ്സ് ഓഫ് ഇൻകം, അതായത് നമ്മുടെ ക്യാപിറ്റലിന്റെ അറൌണ്ട് 2 to 3 or 5% ആ ഒരു റിട്ടേൺസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കാര്യങ്ങൾ. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതല്ല, ഈ സ്വിംഗ് ട്രേഡിങ്ങിന്റെ കേസിലേക്ക് വരുമ്പോൾ സെബി തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ ട്രേഡേഴ്സിൽ ആക്റ്റീവ്ലി ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ FNO സെഗ്മെന്റ്സിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളിൽ 10-9 പേര് ലോസിലാണെന്ന് പറയുന്നുണ്ട്.
അപ്പൊ അത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ട്രേഡിംഗ് ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കുമ്പോൾ അതിന് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇന്നൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മറിച്ച് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രേഡിംഗ് മെത്തേഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഈ സ്വിംഗ് ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ അവിടെ 10ൽ 9 പേര് ലോസിലാണെങ്കിൽ ഇവിടെ ഒരു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10ൽ 9 പേരെയും പ്രോഫിറ്റബിൾ ആക്കാനും ഒരു പക്ഷേ ഒരാൾ മാത്രം സ്ട്രഗിൾ ചെയ്യുന്ന രീതിയിലേക്ക് പോകാനും സാധിക്കും. കുറെ കൂടി പഠിച്ചെടുക്കാനും ഏതൊരു സാധാരണക്കാരൻ കുറെ കൂടി എളുപ്പമാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിനൊരു മാന്യമായിട്ടുള്ള പേഴ്സണൽ റിട്ടേൺസ് എടുക്കുക എന്ന് പറയുന്നത് കുറെ കൂടി എളുപ്പമാണ്. അപ്പൊ അതും ഒരു റീസൺ ആണ് ഈ പറയുന്ന പോലെ സ്വിംഗ് ട്രേഡിംഗ് മാത്രം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. കാരണം പെർ ക്യാപ്പിലേക്ക് വരുന്ന ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകളുടെ പൈസ സേഫ് ആക്കിക്കൊണ്ട് ഏതൊക്കെ രീതിയിൽ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, അവർക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഈ വക കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ, ഈ പെർ ക്യാപ്പിൽ നമ്മൾ പഠിപ്പിക്കുള്ളൂ. അത് നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ തീരുമാനിച്ചൊരു കാര്യമാണ്. അതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോ പറഞ്ഞു 10ൽ 9 പേര് ലോസിലാണ്. എക്സാക്ട്ലി പറയുന്നത് 93% പേര് ലോസിലാണെന്നുള്ളതാണ് സെബിയുടെ കണക്ക്. 93%. 7% ആളുകളാണ് പ്രോഫിറ്റബിൾ എന്നാണ്. ഇവൻ പ്രോഫിറ്റബിൾ എന്ന് പറയാൻ പറ്റൂല, ബ്രേക്ക് ഈവനും ഉണ്ട്, അതിൽ പ്രോഫിറ്റബിളും ഉണ്ട്. അപ്പൊ അവിടെ ഇത്രയും റിസ്ക് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് ട്രേഡിംഗ് എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഞങ്ങള് പെർ ക്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ഫൈനാൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിനെ വളർത്താനുമാണ്. അപ്പൊ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഞങ്ങള് ഒരിക്കലും റിസ്ക് എടുക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിന് എതിരെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു കമ്പനി, ഐ മീൻ ഈ ഒരു ലൈക്ക് എന്താ പറയാ, ഞങ്ങളെ ഈ ഒരു സിലബസിൽ ഈ പറയുന്ന ആക്റ്റീവ് സെഗ്മെന്റ്സോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ ഏറ്റവും ലോ റിസ്കിൽ ചെയ്യാൻ പറ്റുന്ന സ്വിംഗ് ട്രേഡിംഗ് ആഡ് ചെയ്തത്. കാരണം സ്ലോ ഗ്രോത്ത് സസ്റ്റെയിൻസ് എന്ന് പറയാം. അതായത് ഒറ്റയടിക്ക് ഒരു രാത്രി കൊണ്ട് ഒരാൾക്കും പണക്കാരനാവാൻ പറ്റില്ല. മറിച്ച് അവിടെ ഈ പറയുന്ന പോലെ പതിയെ ഉള്ളൊരു ഗ്രോത്തിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. അത് തന്നെയാണ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും ചെയ്യുന്നതെല്ലാം തന്നെ. അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളൊന്നും ഞങ്ങൾ പെർ ക്യാപ്പിൽ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കില്ല. അത് ഞങ്ങൾ ആദ്യമേ എടുത്തൊരു തീരുമാനം കൂടിയാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പ്രൊഡക്റ്റ് സൈഡും സർവീസ് സൈഡും സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ബിസിനസ് പെർസ്പെക്റ്റീവിലോട്ട് നോക്കാം. അപ്പൊ നിങ്ങൾ രണ്ടാൾക്കാരും എന്തെങ്കിലും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണോ? ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുന്നേ ഒരു 3-4ഓളം ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. ഞാൻ ആക്ച്വലി ടീച്ചർ. ഞാൻ ബേസിക്കലി പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ. അത് കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചിങ് പ്രൊഫഷനാണ്. ബേസിക്കലി മാത്സ് ടീച്ചർ. അപ്പോൾ അവിടുന്ന് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു കൊറോണക്ക് മുന്നേ. കൊറോണക്ക് ശേഷം പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ ആക്ച്വലി വീണ്ടും ഞാൻ കൊറോണക്ക് ശേഷം ടീച്ചിങ് ട്രെയിനിങ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ ആയിരുന്നു മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. എന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിനു മുന്നേ സ്നാക്സിന്റെ ഇതിൽ ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, സസ്യ എന്ന് പറയുന്നത്. പിന്നീട് അതിനൊരു ഗുഡ് ഫ്രൈസ് എന്നുള്ള പേരിലേക്ക് മാറ്റി. അതല്ലാതെ ഒരു ലോ എൻട്രൻസ് അക്കാഡമി ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ കൃഷിയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് കൃഷി ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് പിന്നീട് ട്രേഡിങ്ങിലേക്ക് വരുന്നത്, പിന്നെ ആ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്നത്, പിന്നെ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. നിങ്ങൾ ഇതിന് മുന്നേ ചെയ്തതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടൊരു ഫീൽഡിലേക്കാണ് നിങ്ങൾ വന്നത്. ഡെഫിനറ്റ്ലി ഒരു വിഷനോട് കൂടിയാണ് നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി. എനിക്ക് തോന്നുന്നു ബിസിനസ്സിനപ്പുറം നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ കുറെ കടമകൾ തീർക്കാനുണ്ടെന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പം അതെങ്ങനെയാണ് ശരിക്കും ആ ഒരു ബിസിനസ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചെന്തായിരുന്നു? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ബിസിനസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിലുള്ള ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ മാത്രം പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്താരീതിയിലേക്ക് പോകുമ്പോഴാണ് ഒരു പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ ഈ ബിസിനസ് അവിടെ സ്റ്റക്കായി പോകുന്നത്. മറിച്ച് മ്യൂച്വലി ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, നമ്മളിലൂടെ ബാക്കിയുള്ളവരും കൂടി വളരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഞങ്ങൾ പെർ ക്യാപ്പ് സ്റ്റാർട്ട് ചെയ്തതും. ഞങ്ങൾ വളരുന്നുണ്ട്, അതേപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ക്ലയൻസ് ആണെങ്കിലും അവരും അവരുടെ ജീവിതത്തിൽ വളരുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. നിങ്ങൾ രണ്ടാൾക്കാരും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണലി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ഈക്വൽ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? ബിസിനസ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ പേഴ്സണലി. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിലേക്ക് പെർ ക്യാപ്പിലേക്ക് വരുമ്പോഴാണെങ്കിലും ഞാൻ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള മേഖലകൾ എന്ന് പറയുന്നത് സെയിൽസ്, മാർക്കറ്റിംഗ്, ബിസിനസ് സൈഡുകളാണ്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഞാനായിരിക്കും. നിഖില് ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ്സ്, എങ്കിൽ നമ്മുടെ കരിക്കുലം സർവീസ് സെഗ്മെന്റ് കംപ്ലീറ്റ്ലി വരുമ്പോഴത്തേക്കും ആ ഒരു ഫീൽഡിൽ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നിഖിലിന്റെ ആയിരിക്കും. ഇപ്പോൾ പെർ ക്യാപ്പിലേക്ക് എത്തി. അപ്പോൾ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ക്യാപ്പ് കേരളത്തിലെ, അതായത് ഞങ്ങൾ കൊടുക്കുന്ന ഒരു കംപ്ലീറ്റ് പേഴ്സണൽ ഫൈനാൻസ് അക്കാദമി എന്ന് പറയാം. കാരണം ഞങ്ങൾ കൊടുക്കുന്നതിൽ പലതും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, പക്ഷേ കംപ്ലീറ്റ്ലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അതൊരു മനുഷ്യന്റെ കംപ്ലീറ്റ് പേഴ്സണൽ ഫൈനാൻസ്. എനിക്ക് തോന്നുന്നത്
ഈ ഒരു സിലബസ് ഡിസൈൻ ചെയ്യാൻ തന്നെ ഏകദേശം ഒരു 4-5 മാസം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ സിലബസ് ഡിസൈൻ ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു സാധനം, ഒരാളും വന്നാൽ എളുപ്പം ക്രാക്ക് ചെയ്ത് സിലബസിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറാൻ പറ്റുന്ന രീതിയിലാവരുത് എന്നുള്ളതാണ്. കാരണം കുറച്ച് സമയമെടുത്തിട്ട് ഈവൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് എന്ന് പറഞ്ഞു, കേരളത്തിലെ ഫസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ആകുമ്പോൾ ഇനി മേ ബി കുറേ പേഴ്സണൽ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരാം. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഒരു സാധനം ഡിസൈൻഡ് ആണ്. അപ്പോൾ ശിവ ചോദിച്ചത് പോലെ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ഞാൻ എന്താണോ ചെയ്തിരുന്നത് അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. ഈവൻ പെർ ക്യാപ്പിൽ പുതിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഞാനൊരു ടീച്ചറായിട്ട് അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞിരുന്നത് നേരത്തെ ഞാനൊരു മാത്സ് ടീച്ചറാണ്. ബേസിക്കലി ഞാൻ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഞാൻ ടീച്ചറാണ്. ഞാൻ അങ്ങനെ അറിയപ്പെടണം ഒരു ടീച്ചർ ആയിക്കൊണ്ട് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചേഴ്സ് ഇൻ ഇന്ത്യ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ പേര് അവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഇതിലേക്ക് വന്നാലും ഐ എം ഡൂയിങ് ദ സെയിം. ഞാൻ ചെയ്യുന്നത് കാര്യം സെയിം തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ല ഒരു ബിസിനസ് ഇതിലേക്ക് വരുമ്പോ നമുക്ക് പുതുതായിട്ട് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ബേസിക്കലി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോറോവർ സെയിം ഫീൽഡിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നു അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു ലൈക് ഫസ്റ്റ് പേഴ്സണൽ ഫൈനാൻസ് അക്കാഡമി ആണെന്ന്, അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്കും പുതിയതാണ്. അപ്പം കൂടുതൽ നിങ്ങളുടെ സർവീസ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അവിടെ യൂസ് ചെയ്തത്? ആക്ച്വലി ഫ്രീമിയം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മളെല്ലാം ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾറെഡി മാർക്കറ്റിലുള്ള സ്ട്രാറ്റജിയാണ്. സ്പോട്ടിഫൈ കണ്ടില്ലേ? അതായത് അവരവരുടെ പ്രൊഡക്റ്റ് ആദ്യം ഇനീഷ്യലി ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. എന്നിട്ട് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഈ സെയിം സ്ട്രാറ്റജി തന്നെയാണ് പെർ ക്യാപ്പിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഇനീഷ്യലി ഒരു 1 വീക്ക് മെമ്പർഷിപ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പബ്ലിക്കിന് നമ്മൾ കൊടുക്കും. ഇത് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് അവർ നമ്മുടെ ഒരു ക്ലയന്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാറുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ സർവീസിലുള്ള ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ആണ് ഞങ്ങൾ അവിടെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതിന് നല്ല റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഫ്രീ മെമ്പർഷിപ്പിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനേഴ്സിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് അവർ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഡിസിഷൻ എടുക്കാം, ഇത് കണ്ടിന്യൂ ചെയ്യണോ ചെയ്യേണ്ടതെന്ന്. ഈവൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർക്ക് ലീവ് ചെയ്യാം. ഒരു പൈസ അവർക്ക് ചിലവാകുന്നില്ല. ഈവൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ മാത്രം ബാക്കി ഫീ അടച്ചാൽ മതി. അപ്പൊ അതിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് വാട്ട് യു വിൽ ലേൺ എന്നുള്ളത്. എന്നിട്ട് they have to decide. ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു മെമ്പർഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവർക്ക് അറിയാൻ കഴിയും അവർക്ക് എന്തൊക്കെയാണ് ഇന്ന് കിട്ടുക എന്നുള്ളതും അവർക്ക് എന്ത് ബെനിഫിറ്റ്സ് ആണ് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകാന്നുള്ളൊരു ക്ലാരിറ്റി അവർക്ക് ഉണ്ടാവും. ഇതിനുശേഷം മാത്രമായിരിക്കും അവർ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരാം. ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകുന്ന പോലത്തെ നെഗറ്റീവ്സുകൾ നമ്മൾക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. റൈറ്റ് ഓഡിയൻസിനെ ആയിരിക്കും നമുക്ക് പിക്ക് ചെയ്യാനും പറ്റും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ലോങ് റണ്ണിലേക്ക് നോക്കി കാണുമ്പോഴേ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം നമുക്ക് ഒട്ടുമിക്ക എല്ലായിടത്തും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല ശരിക്കും ഇത്. നമ്മൾക്കൊരു സർവീസ് നമുക്ക് ആദ്യമേ ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക, അതിനുശേഷം നമുക്ക് ആപ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് എനിക്ക് തോന്നുന്നു ഭയങ്കര റെയറസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു. കേരളത്തിലൊന്നും ഇതുവരെ അങ്ങനെ ആരും കൊടുത്തിട്ടില്ല എന്നാണ് എന്റെ അറിവിൽ. കൊടുത്തിട്ട് എനിക്ക് അറിയില്ല. അതില് ഞങ്ങൾക്ക് പറയാനുള്ളത്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിലും സർവീസിലും ഉള്ള ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. അത് എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങളുടെ കോൺഫിഡൻസ് തന്നെ. എനിക്കിവിടെ പേഴ്സണലി ഇപ്പൊ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും തന്നെ പൈസ കാര്യങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ ആദ്യമേ സംസാരിച്ചപ്പോ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും ഡ്രീം സെല്ലിങ്ങിനെ ഒക്കെ പറ്റിയിട്ട് പറഞ്ഞു. കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നത് ഒരിക്കലും അവർക്കിത് വർക്കാവുമോ നോക്കിയിട്ടൊന്നും അല്ല, അല്ലെങ്കിൽ അവർ തരുന്നുള്ള ഒരു ഫേക്ക് പ്രോമിസസിന്റെ പുറത്ത്, ഓവർ പ്രോമിസിങ്ങിന്റെ പുറത്തൊക്കെ ആൾക്കാർ കൺവിൻസ്ഡ് ആവുന്നതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ലൈക്ക് നിങ്ങളുടെ കോഴ്സ് എടുക്കുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക, അതിന്ന് നമുക്ക് ഓക്കെ ആണോ എന്ന് തോന്നിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഭയങ്കര റെയറസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. ഞങ്ങള് ഇനീഷ്യലി ഞങ്ങൾ പറഞ്ഞു ഒരു പേഴ്സണൽ ഫൈനാൻസ് അക്കാഡമിയാണ്. ആളുകളുടെ പൈസ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം, എല്ലാവരും ഹാർഡ് ഏൺ ചെയ്യുന്ന മണി. ഇപ്പൊ ഇതിനൊരു 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും 10,000 രൂപയാണെങ്കിലും അവരവരുടെ ജീവിതത്തിൽ ഹാർഡ് ഏൺ ചെയ്തുണ്ടാക്കുന്ന മണിയാണ്. അപ്പൊ അത് ഒരു തരത്തിലും മോശമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ശരിയായിട്ടല്ലാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോരുന്നുള്ള ഒരു നിർബന്ധം കൂടി ഞങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഇനി കേരളത്തില്
പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്, ഈവൻ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് എസ്റ്റാബ്ലിഷ്ഡ് ആവണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ. കാരണം അത്രയധികം മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സെഗ്മെന്റിനെ. ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മാർക്കറ്റിംഗിലും സെയിൽസിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. മോറോവർ നമ്മൾ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും അടിപൊളി ആയിരിക്കണം. അപ്പൊ ഇത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ മൗത്ത് പബ്ലിസിറ്റി അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നതിന് ഭയങ്കര ഒരു കാര്യമുണ്ട്, അതിനകത്ത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയാം. അതായത് നമ്മൾ ഇന്ന് നോക്കിയാൽ ഒരുപാട് കമ്പനി, ഇപ്പോൾ ഒരുപാട് മേഖലകളിലാണെങ്കിൽ, ഇപ്പോൾ ഫൈനാൻസ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സൈഡിലേക്ക് കിടക്കുമ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത് ഒരുപാട് കമ്പനികൾ ഫോക്കസ് ചെയ്യാത്തൊരു മേഖലയാണ്. കാരണം ഓലയൊക്കെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. കാരണം ഓലയുടെ വണ്ടികൾ ഒരുപാട് വിറ്റഴിക്കുന്നുണ്ട്, പക്ഷേ ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സുകൾ ഉണ്ടാകുന്നത്. ഇത് ഏത് മേഖലയിലേക്ക് വന്നാലും ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു പേ ചെയ്ത എമൗണ്ടിനുള്ള വാല്യൂ കിട്ടിയെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നത് അവരെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. അതായത് അവർ നമ്മുടെ അടുത്ത് വന്ന് പഠിച്ചു, അതിനുശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ആഫ്റ്റർ സെയിൽ സർവീസിലൂടെയാണ് നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരാൾ സ്റ്റുഡന്റ് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവരെ വന്ന് പഠിപ്പിക്കുക, കോഴ്സ് കഴിഞ്ഞ് വിടുക എന്നുള്ള പെർസ്പെക്റ്റീവ് അല്ല നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് അവർ എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും അതിനനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ വരുത്തി കൊടുക്കുകയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള കോൺസെൻട്രേഷൻ ആ ഒരു ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. സർവീസ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന് മുന്നേ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ട്രേഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു സ്പേസിൽ ട്രെയിനറായിട്ട് ഞാൻ കുറച്ച് നിന്നിട്ടുണ്ട്. ഞാൻ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ഒരു ഈ ഒരു കാര്യം ഏതൊരു പോയിന്റിലാണ് ഇത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് പോകുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള എനിക്കറിയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരിക്കലും നമ്മുടെ ഇവിടെ വരാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യം തന്നെ ഈ ഒരു ബിസിനസിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ചിന്ത, ഈ ഒരു ബിസിനസിനെ പറ്റി ചിന്ത ഉണ്ടാവുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വന്നത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരാളും അയാൾ എന്താണോ ഇവിടെ ആഗ്രഹിച്ചു വന്നത് അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പ് വരുത്തിയിട്ടേ പോവുള്ളൂ മുന്നോട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ആക്റ്റീവ്ലി രജിസ്റ്റേർഡ് കമ്പനി ആയിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയത് കഴിഞ്ഞ മെയ് തൊട്ടാണ്. അപ്പൊ അതിന്റെ മുന്നേ ഫെബ്രുവരി തൊട്ട് തന്നെ ഞങ്ങൾക്ക് അറിയുന്ന ആളുകൾ, നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ ചെറുതായിട്ട് പഠിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഏകദേശം ഒരു 4-5 മാസം എടുത്തുള്ളൂ ഇതിന്റെ സിലബസ് ഒന്ന് സെറ്റ് ചെയ്യാൻ തന്നെ എന്ന് പറഞ്ഞു. ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആയിരുന്നു. നമ്മൾ അതിൽ കണക്റ്റഡ് ആണ്. നമുക്ക് ഈവൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും എല്ലാം നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു ഫെബ്രുവരി വരുമ്പോഴത്തേന് ഏകദേശം 1 വർഷമായി. അപ്പൊ ഈ 1 വർഷം മുമ്പുള്ള ആളുകളുമായിട്ട് സ്റ്റിൽ ഞങ്ങൾ കണക്റ്റഡ് ആണ്. അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ കാര്യം അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നുണ്ട്. ഒരിക്കലും അവരെ ഇവിടുന്ന് ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു, അവർക്ക് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ഇനി നിങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിലല്ല. ഇതൊരു പേഴ്സണൽ ഫൈനാൻസ് അക്കാദമിയാണ്. ഒരാളുടെ പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറഞ്ഞത് ഒരു ജീവിതകാലം മുഴുവനുള്ള കാര്യമാണ്. അപ്പൊ ത്രൂ ഔട്ട് ദ ലൈഫ് ആ ഒരു അസിസ്റ്റൻസ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ എൻഷുർ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഈവൻ ഇപ്പൊ മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് ഡിപ്പ് എടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്, മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയം. അപ്പൊ ഇപ്പോ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ സ്വിംഗ് ട്രേഡിങ് പൊതുവിലെ കുറവാണ്. അപ്പൊ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ അനാലിസിസ് ഓൾറെഡി പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് അസൈൻമെന്റ്സ് കൊടുക്കുക. ഇപ്പൊ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അവരെ പോൾ ഇട്ടിട്ട് അതിൽ ആരൊക്കെയാണ് പുതിയ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ പുതുതായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് പുതിയ സ്റ്റോക്കുകളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത് ആരാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇന്ന് രാവിലെ ഞാൻ ആ ഒരു കാര്യം അസൈൻ ചെയ്തിട്ടാണ് എന്റെ ട്രെയിനർക്ക് ആ ഒരു കാര്യം അസൈൻ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു 34 പേരെന്തോ പുതുതായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഈ 34 പേരെയും കണക്ട് ചെയ്യണം. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഉത്തരം കിട്ടണം. അപ്പൊ ആ ഒരു കാര്യം എൻഷുർ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ആഫ്റ്റർ നമ്മുടെ ഇവിടേക്ക് വന്നതിന് ശേഷം വാട്ട് ദേ ആർ ഗെറ്റിംഗ് അത് ഉറപ്പായിട്ടും എൻഷുർ ചെയ്തു തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തുടക്കം മുതലുള്ള പ്ലാന്. അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഉറപ്പുവരുത്തുന്ന മറ്റൊരു കാര്യമാണ് ഈസി കണക്ടിവിറ്റി എന്നുള്ളത്. അതായത് ഒരു സ്റ്റുഡന്റിന് ഇപ്പൊ എത്ര സ്റ്റുഡൻസിന് അങ്ങോട്ടേക്ക് വന്നാൽ പോലും
അവർക്കൊരു ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യാം. നമ്മുടെ മെന്റേഴ്സിനെ, നമ്മുടെ സപ്പോർട്ട് ടീമിനെ കണക്ട് ചെയ്യാം. ആ ഒരു കണക്ട് ചെയ്ത് അവർക്ക് അവരുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അവർക്ക് ആ ഒരു സൊല്യൂഷൻ കിട്ടിയെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അപ്പൊ ആ ഒരു ഈസി കണക്ടിവിറ്റി ഞങ്ങൾ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു സിസ്റ്റമാണ്, ഞങ്ങൾ സിസ്റ്റമാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിപ്പോ ഇനിയിപ്പോ ഇവൻ ഒരാൾ ഇതിനകത്ത് ഇല്ലെങ്കിൽ പോലും അത് ആ ഒരു പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ ഈസി കണക്ടിവിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പലയിടത്തും ഇപ്പം 1-to-1 മെന്റർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് അവരുടെ മെന്ററിനെ കണക്ട് ചെയ്യാൻ ഒരുപാട് ഒരു നല്ലൊരു വലിയൊരു പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരുപാട് സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഇരുന്ന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 4 അത് ക്ലിയർ ആയിട്ട് കാര്യമില്ല, അത് അപ്പോൾ ക്ലിയർ ചെയ്ത് പോകണമല്ലോ. അപ്പൊ നമ്മുടെ ഡൗട്ട്സ് ഈസി കണക്ടിവിറ്റി എന്ന് പറയുന്ന അത്രയും കാര്യം. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ സംസാരിച്ചു വന്ന കാര്യമാണ് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് അത് ഭയങ്കര ഈസിലി ഒരു ബിസിനസിന്റെ സക്സസ് എന്ന് പറയുന്നത് അതാണല്ലോ, നമ്മളുടെ ഉപരി വേറൊരാൾ നമ്മളെ പറ്റി സംസാരിച്ചു തുടങ്ങി. ഇപ്പം മാർക്കറ്റിംഗിന്റെ സൈഡ് നോക്കിയാലും സെയിൽസിന്റെ സൈഡ് നോക്കിയാലും നമ്മൾ തന്നെ നമ്മളെ പറ്റിയിട്ട് പുറം ലോകത്തിനെ അറിയിക്കുകയാണ്. പക്ഷെ അതിലുപരി പുറത്ത് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ നമ്മളെ പറ്റി സംസാരിക്കുമ്പോൾ ശരിക്കും അത് ബിസിനസിന്റെ ഒരു സക്സസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതിൽ നിങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് റെഫറൻസ്, നമുക്കൊരു വലിയ ശതമാനം എല്ലാ ബാച്ചുകളിലും നമുക്ക് റെഫറൻസ് വരുന്നുണ്ട്. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഈ റെഫറൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ സെറോദ, എനിക്ക് തോന്നുന്നു സെറോദന്റെ ഒരു 30% സെയിലും ശരിക്കും റെഫറൽ ത്രൂ ആണ്. അത് ശരിക്കും ഇതാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് എല്ലാ ബിസിനസ്സും അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു രീതി. അവിടെ നമുക്ക് ഒരു പക്ഷേ നമുക്ക് സെയിൽസ് കിട്ടുന്നതിലുപരി നമുക്ക് ഒരുപാട് ബിസിനസ് നടക്കും, അതേപോലെ ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് എത്തും. ഇതൊരു ഹ്യൂജ് പൊട്ടൻഷ്യൽ അതിനുണ്ട്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും മാർക്കറ്റിങ്ങിലും അതേപോലെ സെയിൽസിലും തന്നെയാണ്. ഇപ്പം സെയിൽസിൽ ഞാനൊരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ സംസാരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സെയിൽസിന്റെ കേസ് പറയുമ്പോൾ ഡെഫിനറ്റ്ലി സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രഷർ ഉണ്ടാവും. കാരണം ഇന്നൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ള രീതി ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി പല ആൾക്കാരും ആ ഒരു പ്രഷറിന് മുകളിൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, അവർ ഓവർ പ്രോമിസിങ് ആയി പോകും. കാരണം എങ്ങനെയെങ്കിലും ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കുമല്ലോ അവർക്ക്. അപ്പൊ ഇതിനെയൊക്കെ നിങ്ങൾ ശരിക്കും എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഇതില് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബിസിനസ്സിൽ വരുമ്പോൾ ഈ പറയുന്ന സെയിൽസ് നിൽക്കുന്ന ആളുകളാണെങ്കിലും പല കാര്യങ്ങളും പറഞ്ഞ് പുഷ് ചെയ്യുന്ന സിറ്റുവേഷൻസ് പല ബിസിനസ്സുകൾ ഉണ്ടാവാറുണ്ട്. അത് അതിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് കാണാം. പക്ഷേ മോറോവർ അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് എന്ന് പറയുന്നത് അവിടെ ഒബ്വിയസ്ലി മണി ഉണ്ട്. മണി എന്ന് പറയുന്നത് വലിയ ഫാക്ടറാണ്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ പൈസ മേടിക്കുക അല്ലെങ്കിൽ പൈസ ജനറേറ്റ് ചെയ്യാന്ന് പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇത് എത്രത്തോളം ബെനിഫിഷ്യൽ ആവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താന്നുള്ളത്. ഈ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് പല ആളുകൾ പൈസയുടെ പുറകെ മാത്രം പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. മറിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സും അവർക്ക് അതിൽ നിന്ന് അവർ പേ ചെയ്യുന്ന ഒരു എമൗണ്ടിന് ഉള്ള ഒരു വാല്യൂ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് ഓരോ ബിസിനസ്സുകാരും പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ഉള്ളൂ. അതിൽ തന്നെ ഇപ്പൊ നമ്മുടെ സെയിൽസ് ടീം എന്തൊക്കെ ഓവർ പ്രോമിസ് കൊടുത്താലും അവരതിന്റെ യാഥാർത്ഥ്യം ഫസ്റ്റ് വീക്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ തിരിച്ചറിഞ്ഞിട്ടാണ് പിന്നെ അവർ ഡിസൈഡ് ചെയ്യാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യണോ ചെയ്യേണ്ടത്. അപ്പൊ ഈ പറയുന്ന എന്ത് പ്രഷർ സെയിൽസിന്റെ മുകളിൽ ഇട്ടാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് മേ ബി അവർ ചിലപ്പോൾ ഓവർ പ്രോമിസ് കൊടുത്താൽ പോലും അതും ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട് ഒരാൾ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഇവിടെ വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു 1 വീക്കിൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർ മനസ്സിലാക്കും. എന്നിട്ട് പിന്നെ അവർ ഡിസൈഡ് ചെയ്യും എനിക്കിത് ആവശ്യമുള്ളതാണോ അല്ലേ, എന്നിട്ട് മാത്രമേ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. അവർക്ക് 100% അവർക്കിത് വേണമെന്ന് തോന്നിയാൽ മാത്രം. കാരണം നമുക്കറിയാം, നമുക്കിപ്പോൾ ഓരോ സെയിൽസ് പേഴ്സണും ഒരാളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരുടെയും പുറകെ കിടന്നിട്ട് ഇവർ പറയുന്നത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നമുക്ക് അന്വേഷിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ അത് നമ്മളൊരു 2 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ അതിനെ തരംതിരിച്ചിട്ടുള്ളത്. ഇനി ഈ പറയുന്നെങ്കിൽ പറഞ്ഞ പോലെ തന്നെ സെയിൽസിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു മാനിപ്പുലേഷൻസ് വന്ന ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി അവർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടുകയും എന്നിട്ട് അവർ ഡിസൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. ഇവിടെ കംപ്ലീറ്റ്ലി ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഭയങ്കര ട്രാൻസ്പെറൻസി ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ ഒരു 1 വീക്ക് അല്ലേ 1 വീക്ക് ആയിട്ടുള്ള ഫ്രീ ഒരു ക്ലാസ്സസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരാം, ലൈക്ക് ഡ്രോപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് പോവാം. പക്ഷെ അവിടെയും ഫീസ് തരുന്ന ഒരാൾക്കാണല്ലോ ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ സമൂഹത്തിനോട് നമുക്ക് എന്തായാലും ഒരു കടമയുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ റിൻഷാദ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ആഡ് ചെയ്യാത്ത നിർബന്ധമായിട്ട് ആഡ് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ് ഈ പേഴ്സണൽ ഫൈനാൻസ്, അല്ലെങ്കിൽ എങ്ങനെ കിട്ടുന്ന പൈസ വരുമാനത്തിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി അത് ആഡഡ് അല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. ബട്ട് ഇപ്പോൾ
പല കോണുകളിൽ നിന്നായിട്ട് അതിന്റെ ആവശ്യകതയൊക്കെ അറിഞ്ഞ് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടേതായുള്ള രീതിയിൽ ഓൾറെഡി ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പല സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം പോയി ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ ഫൈനാൻസ് എന്നുള്ളത് ആ ഒരു കോളേജ് അല്ലെങ്കിൽ സ്കൂൾ പ്രായം തൊട്ടേ അവരെ അവെയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളത് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അപ്പൊ അതിൽ ഈ പറഞ്ഞതുപോലെ ഈ പേഴ്സണൽ ഫൈനാൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും ഒരു കുട്ടിക്ക് അറിയില്ല. ഇങ്ങനെ അതിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കാതെ വന്ന പല ആളുകളും ഈ കോളേജിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഈവൻ നമ്മുടെ ഇടയിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇവരെ പറഞ്ഞ് കൺവീൻസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സെഷൻ കുട്ടികൾക്ക് വെച്ചു കൊടുത്താൽ നല്ലതായിരിക്കില്ലേ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ. അതിന്റെ ആവശ്യം എന്താ, എന്തിനാണ് ഇപ്പൊ അങ്ങനെ ഒരു സെഷൻ? അവര് ലൈക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, പൈസയല്ല, അത് അറിയാമല്ലോ അതെങ്ങനെ. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് തിരിച്ചു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു ലൈക്ക് ഇതൊക്കെ മലയാളികൾ ഒരു സമയത്ത് തിരിച്ചറിയും, അതിന്റെ ആവശ്യകതയെക്കുറിച്ച് അറിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. പക്ഷെ എങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകളുണ്ട്. ഈവൻ നമുക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങളെ സ്കൂളുകളിലും ഞങ്ങളെ കോളേജുകളിലും ഇങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ആളുകൾ പോലും ഇപ്പോൾ നിലവിലുണ്ട്. ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ അതിനെ സൊസൈറ്റിയിലേക്ക് ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. പല കോളേജസിലും നമ്മൾ ചെന്ന് ക്ലാസ് എടുത്ത് തരാന്ന് പറയുമ്പോൾ അതില് ഒരു വലിയ ഭൂരിഭാഗം ആളുകളും അത് ഈ പറയുന്ന പോലെ സമ്മതിക്കണം എന്നില്ല. അപ്പൊ അത് വലിയൊരു വെല്ലുവിളിയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ എന്നാലും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ മാക്സിമം അവരെ കൺവിൻസ് ചെയ്ത് ഈ ഒരു അവയർനെസ് എല്ലാവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ശരിക്കും കിട്ടിയാലേ പഠിക്കൂ എന്ന് പറയുന്ന ഒരു കൂട്ടം സമൂഹമാണല്ലോ നമ്മുടെ അടുത്ത്. അപ്പം തീർച്ചയായിട്ടും ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴും ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ വന്നൊരു ചോദ്യം അത് തന്നെയാണ്, എത്രത്തോളം ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഇപ്പൊ കോളേജ് ആണെങ്കിലും സ്കൂളാണെങ്കിലും ഇതിന്റെ മാനേജ്മെന്റ് ആയിരിക്കണം ഇത് ആദ്യമേ പ്രൊമോട്ട് ചെയ്യുന്നത്. ആദ്യം അവർക്ക് അത് കൺവിൻസ്ഡ് ആണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൻ നമ്മളുടെ പാരന്റ്സ് ആണെങ്കിൽ പോലും ആ ഒരു തലമുറയാണെങ്കിൽ പോലും അവർക്ക് ഇപ്പോഴും ഇതിന്റെ സീരിയസ്നെസ്സോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസോ അറിയത്തില്ല. അപ്പൊ നിങ്ങൾ ശരിക്കും എങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോളേജസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് അതായത് നമ്മുടെ പാരന്റ്സ് ഒരു 100 രൂപ നമ്മുടെ കയ്യിലെടുത്ത് തന്നിട്ട് നീ ഇത് ചെലവാക്ക്, അല്ലെങ്കിൽ നിനക്ക് ചെലവാക്കാനുള്ളതാ, നീ നിന്റെ കാര്യങ്ങൾ ചെയ്യ് എന്ന് നമ്മുടെ എത്രാമത്തെ പ്രായത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് അവയർനെസ് ഇല്ല. ഒരു കുട്ടി ശരിക്കും ആ പൈസ ഹാൻഡിൽ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അറിയാത്ത ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റിനുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന ആളുകൾ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്, ഇതുപോലെ ഈ പറയുന്ന സ്കൂളുകളിലും ഉണ്ട്. അവരെ പറഞ്ഞത് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ, ഓരോ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് തിരിച്ചറിയുന്ന ആളുകളുടെ എണ്ണവും ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് പലരും. ഞങ്ങൾക്ക് ഇങ്ങനൊരു സെഷൻ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി വേണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് നമ്മളോട് സെഷൻ ആവശ്യപ്പെടുന്ന ആളുകൾ പോലും ഇപ്പൊ നിലവിലുണ്ട്. ഇനി മുന്നോട്ട് അത് മാറി വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി തുടങ്ങുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്, വലിയൊരു മാറ്റമാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പൊ ഒരു 1 year ആയല്ലോ പോസ്റ്റ് ക്യാപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം സോഫാർ നിങ്ങൾക്ക് ഒരു റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? റിവാർഡിംഗ് എക്സ്പീരിയൻസ് ചോദിച്ചാല് ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആവുന്നത് വിറ്റ്നസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഭയങ്കര റിവാർഡിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പൈസേനെ പറ്റി ഒന്നും അറിയാത്ത ആളുകൾ, ഇവൻ വീട്ടമ്മമാരാണെങ്കിൽ പോലും അവര് ബഡ്ജറ്റിങ്ങിനെ പറ്റിയിട്ട് പറയുകയും റിട്ടയർമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പസ് എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണുന്നത് ഭയങ്കര റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോ വർക്യാപ്പിന്റെ സർവീസ് ഹെഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഏതൊരാൾക്കും വരുന്ന നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ് രണ്ടനുഭവങ്ങളും ഞാനാണ് ആദ്യം അറിയുന്നത്. ഇപ്പോ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ 1-2 പേർക്കൊക്കെ ആയിരിക്കും നെഗറ്റിവിറ്റി ഉള്ളത്. അത് അപ്പൊ തന്നെ അവരെ കണക്ട് ചെയ്ത് എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി അവരെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക, കൂടെ ചേർക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് നമുക്കിപ്പോ ഏകദേശം 500ന്റെ അടുത്ത് പ്രീമിയം സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ ഈ 500 പേരും എൻ്റെ ഒരു അറിവില് ഹാപ്പിയാണ്, സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ടെസ്റ്റിമോണിയൽസ് അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ അവരുടെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ ഒക്കെ നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ടൊക്കെയാണ് എടുക്കാറുള്ളത്.
അപ്പോൾ അവർ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മോട് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം തരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായിരുന്നു, ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇവിടുത്തെ തമ്മിലുള്ള ഒരു മാറ്റം നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ മറ്റു പല സ്ഥലങ്ങളിലും ക്ലാസ്സസ് തുടങ്ങി ഒരു 3 ആഴ്ച, അതായത് ക്ലാസ് കംപ്ലീറ്റ് ആവില്ല, അതായത് ട്രേഡിംഗിലേക്ക്, ഇപ്പൊ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ട്രേഡിംഗിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, അതിന്റെ മുമ്പ് തന്നെ അവരെ കൊണ്ട് ഗൂഗിൾ റിവ്യൂ ചെയ്യും. പക്ഷെ നമ്മളിവിടെ നേരെ മറിച്ചാ, നമ്മളിവിടെ അവരത് എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെന്ന് കാണുകയാണെങ്കിൽ ആ ഒരു സമയത്ത് അറൗണ്ട് ഒരു 4 months ആഫ്റ്റർ, അത്രയും ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കുകയുള്ളൂ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ റിവ്യൂ ഇടുമോ എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും നമ്മൾ അവരെ പ്രഷർ ചെയ്യാറില്ല, ഫോഴ്സ് ചെയ്യാറില്ല, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോട്ടെ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഏകദേശം 500 സ്റ്റുഡൻസ്, പ്രീമിയം സ്റ്റുഡൻസ് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതില് 10% 51 ആണെന്ന് തോന്നുന്നു ഇന്ന് രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് ഗൂഗിൾ റിവ്യൂസ് ഉള്ളത്. അപ്പൊ അതില് ഇപ്പൊ ഇനി മേ ബി ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ചില ആളുകൾ ചിലപ്പോൾ നെഗറ്റീവ് ഇട്ടെങ്കിലായി. പക്ഷെ നിലവില് 4.9 ആണ് റേറ്റിംഗ് ഉള്ളത് ഈ 51 ആളുകളിൽ നിന്ന്. ഒരാളെന്തോ ഒരു 1 സ്റ്റാർ ഇട്ട്, എന്താ കാര്യമൊന്നും എനിക്കറിയില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്റ്റുഡന്റ് അല്ല എന്നുള്ളതാണ്. അപ്പോ അതൊക്കെ ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഇങ്ങനത്തെ മാറ്റങ്ങൾ നമ്മൾ നേരിട്ട്, അതായത് നമ്മൾ ലക്ഷ്യം ചെയ്ത സാധനം അവരുടെ ജീവിതത്തിൽ അത് റിഫ്ലക്ട് ചെയ്ത് കാണുമ്പോൾ പേഴ്സണലി ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. ഇപ്പം ഗൂഗിൾ റിവ്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ എല്ലാവരും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അത് വാങ്ങാൻ അല്ലെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ഒരാള് ആദ്യമേ അന്വേഷിക്കുന്നത് ഒരുപക്ഷെ ലൈക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും. അതിന്ന് റിവ്യൂസ് കണ്ടിട്ട് അതിന്റെ പേരിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി ആ റിവ്യൂസ് കണ്ടിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ശരിക്കും ഇതൊരു ചോദ്യചിഹ്നമാണ് ശരിക്കും. തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് അടക്കം ഇതിരുന്ന് കാണുന്നുണ്ടാവും. അപ്പൊ ഞാന് അവരോട് ജെന്യൂൻ ആയിട്ട് ഞാൻ പറയുന്നത്, അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ അവർ കമന്റ് ചെയ്തോട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നല്ലത് പറയണ്ട. നിങ്ങൾക്ക് എന്താണോ പേഴ്സണലി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പേഴ്സണലി അനുഭവിച്ചിട്ടുള്ളത്, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് പേഴ്സണലി ഞാൻ പറയാറുള്ളത്. ഇപ്പൊ ഈവൻ നോർമലി എൻഡ് ചെയ്യുന്ന സെഷൻ ഞാൻ തന്നെയാണ് എടുക്കാറുള്ളത്, ഏതൊരു ബാച്ചിലാണെങ്കിലും. അപ്പൊ ആ ഒരു ബാച്ചിൽ ഞാൻ ഇതിപ്പോ ഈവൻ നമ്മുടെ ഇതിലൊക്കെ ആണെങ്കിലും കമ്മ്യൂണിറ്റി സെഷൻസിലാണെങ്കിലും വീക്കെൻഡ് സെഷൻസ്, പല സെഷൻസ് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെഷൻസിലൊക്കെ ആണെങ്കിലും ഞാൻ പറയാറുള്ളത്, നിങ്ങൾക്ക് ജെനുവിൻലി എന്താണോ തോന്നുന്നത് അത് മാത്രം ഷെയർ ചെയ്താൽ മതി എന്നാ. കാരണം ഗൂഗിൾ റിവ്യൂ നോക്കിയിട്ട് ഒരാൾ ഇവിടെ വന്ന് ഒരിക്കലും അയാള് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഇവിടെ വരാൻ പാടില്ല എന്നുള്ള ആ ഒരു സാധനം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അപ്പൊ അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നു മോറോവർ ഒരു ബിസിനസിന് ഒരു എത്തിക്സ് ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്യാന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സെയിൽസിനാണെങ്കിലും മാർക്കറ്റിങ്ങിനാണെങ്കിലും ഇപ്പൊ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വലിയ ക്രൗഡിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാന്നതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഒരു ഫസ്റ്റ് ബൂമിങ്ങിൽ മേ ബി എത്തിയെന്ന് വരാം. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി എന്നുള്ളൊരു സാധനം തന്നെയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സർവീസ് അത് 100% അവർക്ക് വർത്ത് ആവണം. എന്നിട്ട് അത് അവർ മറ്റുള്ളവരോട് പറയണം. ഈ ഒരു മോഡൽ തന്നെയാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക്, നമ്മുടെ ഓഡിയൻസിന് നിങ്ങളുടെ സർവീസ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. നിങ്ങൾ ആക്ച്വലി എന്താണ് ഈ ഒരു പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കംപ്ലീറ്റ് A to Z ഫൈനാൻസ് എന്ന് പറയാം ഒരു മനുഷ്യന്റെ. അതില് ബഡ്ജറ്റിങ് തൊട്ട്, അതായത് ഒരു ആളുടെ ഇൻകത്തിന് പ്രോപ്പറായിട്ട് ബഡ്ജറ്റ് ചെയ്യുന്നത് തൊട്ട്, അത് മണി മാനേജ്മെന്റ് തൊട്ട്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, സ്റ്റോക്സിൽ എത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യണം, മ്യൂച്വൽ ഫണ്ട്സിൽ എത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഡാറ്റ കൊടുത്ത് അവരത് മനസ്സിലാക്കി ലൈക്ക് മുന്നോട്ട് പോയി. പിന്നെ ഈവൻ ഹെൽത്ത് ഇൻഷുറൻസ് ആവട്ടെ, എല്ലാം, ക്രെഡിറ്റ് കാർഡ് യൂസേജ് ആവട്ടെ, ഡെപ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം, എവ്രിതിങ് ഇൻക്ലൂഡഡ് ലൈക്ക് എവ്രിതിങ് ദാറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ ഫൈനാൻസ്, എവ്രിതിങ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അവന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടിൽ റിട്ടയർമെന്റ്, ആ ഒരു റിട്ടയർമെന്റ് ഏജിൽ എത്ര കോർപ്പസ് ഉണ്ടെങ്കിലാണ് സേഫായിട്ട് ലൈക്ക് ജോലിയിൽ നിന്നും അല്ലെങ്കിൽ ആക്റ്റീവ്ലി ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിന് ആ ഒരു എമൗണ്ട് ഇന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് പ്രോപ്പറായിട്ട് അതിന് എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് ആ ഒരു പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എത്ര വർഷം കഴിയുമ്പോഴത്തേക്കും എന്നുള്ള കാര്യം എവ്രിതിങ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതോടൊപ്പം ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ സ്വിംഗ് ട്രേഡിംഗ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു പേഴ്സണൽ ഫൈനാൻസ് അക്കാഡമി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്താണ്?
സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പല ആളുകളും എന്നല്ല മെജോറിറ്റി ഓഫ് ആളുകളും പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. അതിനുവേണ്ടി പല ജോലികൾ ചെയ്യുന്നു, പല ബിസിനസ്സുകൾ ചെയ്തു നോക്കുന്നു, പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പൈസയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നതാണ്. കാരണം പൈസക്ക് സ്വന്തമായിട്ട് വളരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനെ അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്വന്തം ഫൈനാൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് ഇന്ന് നമുക്ക് ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടാണെങ്കിലും പെയ്ഡ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഈവൻ സോഷ്യൽ മീഡിയയിൽ കയറിയാലോ അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയാൽ പോലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള സോഴ്സസ് ഉണ്ട് ഫ്രീ ആയിട്ടാണെങ്കിൽ പോലും. അറ്റ്ലീസ്റ്റ് അതിലെങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആളുകൾ സ്വന്തം പൈസേനെ കുറിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക, അതിനെ വളർത്താനുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. ഇനിയെങ്കിലും ഒരു മാറ്റം ഇവിടെ നിന്നെങ്കിലും വന്നു തുടങ്ങണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈവൻ വരുന്ന തലമുറ ഇപ്പൊ നമ്മുടേത് വരെയുള്ളത് ഓൾറെഡി നമ്മുടെ പേരൻസ് ആണെങ്കിലും ഈവൻ നമ്മുടെ ഒരു ജനറേഷനിൽപ്പെട്ട ആളുകളാണെങ്കിലും അതിനെ പറ്റിയിട്ട് അക്കാഡമിക്കലിയോ അല്ലെങ്കിൽ എവിടുന്ന് ഒരു നോളജ് കിട്ടാതെ വളർന്നു വന്നൊരു സമൂഹമാണ്. അപ്പൊ ഇനിയുള്ള അതായത് ഇനി വരുന്നൊരു തലമുറ ഇപ്പൊ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന കുട്ടികളോ അങ്ങനെയുള്ള ഒരു തലമുറ ഒരിക്കലും അങ്ങനെ വളരാൻ പാടില്ല. മേ ഓർ മേ നോട്ട് ബി അത് നമ്മുടെ അക്കാഡമിക്സ് നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിംഗ് സിസ്റ്റത്തിൽ നിന്നോ ഒന്നും കിട്ടുന്ന നമുക്കൊരു ഉറപ്പും കാര്യങ്ങളൊന്നും പറയാൻ പറ്റും. പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രഷ്യസ് ആയിട്ട് നമ്മളെ കയ്യിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാറുള്ളത്. അപ്പോ അങ്ങനെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പേഴ്സണൽ ഫൈനാൻസ് എന്ന്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു 100% ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സമൂഹം നമുക്ക് പിന്നിൽ വരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോ ആളുകളും ഇതിനെക്കുറിച്ച് ഒരു ബോധവാന്മാരാവുക. ഈവൻ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ഇനി നല്ല രീതിയിൽ പൈസനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹത്തിന് നമുക്ക് എന്തായാലും വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഒരു സ്വന്തം ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കാന്നാണ് ഞാൻ പറയാം. അതായത് ജീവിതം എന്ന് പറയുന്നത് മരണം വരെ പണിയെടുക്കാനോ കഷ്ടപ്പെടാനോ ഉള്ളതല്ല. നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് പൈസ എന്ന് പറയുന്നത് ഒരു തടസ്സമാവരുത്. അപ്പൊ ആളുകൾ സ്വന്തം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അതിനെപ്പറ്റി പഠിച്ചു തുടങ്ങുക, എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കാം.